സിദ്ധു നിന്നെ ശ്രദ്ധിച്ചില്ലെന്നും പറഞ്ഞോണ്ടേ നീ ഇങ്ങനെ പരാതിയും പറഞ്ഞോണ്ടിരുന്നു. എന്റെ അമ്മൂമ്മ അവൻ ഈ സമയത്ത് എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഏത് കാലത്ത് ശ്രദ്ധിക്കാനാ? രാവിലെ തൊട്ട് ഞാൻ പുറകെ നടക്കുമല്ലേ വയ്യ വയ്യാന്നും പറഞ്ഞിട്ട് ഒരു ഗുളികയെങ്കിലും മേടിച്ചു തരായിരുന്നല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എന്റെ ശീലം ഇതൊക്കെ തന്നെയാണല്ലോ. ഇത്രയും നേരം ആരും ഉണ്ടായില്ലല്ലോ നോക്കാൻ വേണ്ടിട്ട്. ഇനി അങ്ങനെയൊക്കെ തന്നെ മതി. ഇപ്പൊ ഇവിടെ കിടന്ന് ചത്താലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ലച്ചുവേ നീ ഇങ്ങനെ കരയാതെ ഞാൻ കൊണ്ടുപോവാ ഹോസ്പിറ്റലിൽ. വാ. വേണ്ട, കരയാതെ ലച്ചു. അടങ്ങിയിരി അമ്മായി. ലച്ചു പറയുന്ന കേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അളിയ ഷൂറുണ്ടോ? പാ അമ്മമ്മ, ഇതെന്റെ ഫ്രണ്ടാ കേട്ടോ. ഇതാണോ അവൻ പറഞ്ഞ കൃഷ്ണകുമാർ? അല്ല, അത് വേറെ ഫ്രണ്ട്. ഇത് ജോബിൻ, ഇത് കനകാന്റി, അത് എന്റെ അമ്മായി. പിന്നെ ആ അറ്റത്തിരിക്കുന്നില്ലേ, അവിടെ ഇരിപ്പുണ്ടല്ലേ, അതാണ് എന്റെ വൈഫ് ലച്ചു, ഞാൻ പറഞ്ഞ ആള്. ആണല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് പനി എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. ആ, ഇനി എല്ലാരും ഒന്ന് വെച്ചിട്ട് മാറിയതേ അല്ലയാ. ഞാൻ ഡോക്ടറാണ്.